വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KST എംപ്ലോയീസ് സംഘ് BMS ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നു. തത്സമയം ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെ ഈ ആവശ്യങ്ങളാണ് ഈ എംപ്ലോയീസ് സംഘിനുള്ളത്? ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് എങ്ങനെയാണ് പ്രശാന്ത് പുരോഗമിക്കുന്നത്? KST എംപ്ലോയീസ് സംഘ് BMS KSRTC ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ CMD ഓഫീസിൽ നിന്ന് ആരംഭിച്ച സമരം ഇപ്പോൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നയാ പൈസ ഇല്ലാതെ DA ഇല്ലാത്ത ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാർച്ചും ധർണയും ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ KST എംപ്ലോയീസ് സംഘിന്റെ നേതാവ് കൂടി അജയ്കുമാർ കൂടി ചേരുന്നുണ്ട്. ശക്തമായൊരു പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ സമരം ഇത് ജീവിക്കാനുള്ള പോരാട്ടമാണ്. കാരണം ഇന്ന് കേരളത്തിൽ 0% DAയ്ക്ക് വേണ്ടി DAയിൽ ജോലി ചെയ്യുന്ന സർക്കാർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾ KSRTCക്കാരാണ്. KSRTCക്കാരനോട് ഈ ഗവൺമെൻറ്റിന് ചിറ്റമനയം കാണിക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. കോടികൾ വരുമാനം ഉണ്ടായിട്ടും KSRTC ജീവനക്കാരൻ്റെ ഈ DA അടക്കമുള്ള ആനുകൂല്യം ഇതൊരു DA വിഷയം മാത്രമല്ല, KSRTCയെ അങ്ങോട്ടടച്ച പണം NPSകാരൻ്റെ പെൻഷൻ തുലാസിലാണ്. അതുപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ട് കൃത്യമായി നൽകുന്നില്ല. ഇതൊക്കെ KSRTCയിൽ ജീവനക്കാർ നിക്ഷേപിച്ച പണമാണ്. ആ നിക്ഷേപിച്ച പണം പോലും അവൻ്റെ ആവശ്യങ്ങൾക്ക് തിരികെ കൊടുക്കുന്നില്ല. പെൻഷൻ സുരക്ഷിതത്വമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മന്ത്രി KSRTC സ്മാർട്ടാണ്, KSRTCയുടെ ജീവനക്കാർ സംതൃപ്തരാണെന്ന് പറയുമ്പോൾ KSRTCയുടെ ജീവനക്കാർ സംതൃപ്തരല്ല, അവർ അസംതൃപ്തരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ഈ കടലിരമ്പി വരുന്ന ജനസഞ്ചയം. KSRTCക്കാരുടെ പ്രതിഷേധമാണ്. ഇത് പൊതുജനം അറിയണം, പൊതുജനങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാതെ ഒരു രാഷ്ട്രീയവും ഇതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്കുള്ളത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. ആന്റണി രാജുവിന് ശേഷം വന്ന ഗണേഷ് കുമാർ സുഖസമൃദ്ധമായുള്ള ജീവിതമാണ് KSRTC ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അല്ല, അത് അങ്ങനെ ഒരു സുഖസമൃദ്ധമായ ഒരു സ്വർഗരാജ്യം പണിതുവെങ്കിൽ ഈ കാണുന്ന തൊഴിലാളികൾ ഇങ്ങനെ അണിനിരക്കില്ലല്ലോ ഈ തെരുവിൽ. എങ്കിലും ആരും ഇങ്ങനെ ഈ തെരുവിൽ അണിനിരക്കില്ലല്ലോ. അതാദ്യം മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഈ വാക്കുകൊണ്ടുള്ള ഒരു തള്ളു മാത്രമാണ്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആന്റണി രാജു എടുക്കണോ ഗണേഷ് കുമാർ എടുക്കണോ എന്നല്ലേ. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കണം. ഞങ്ങളുടെ അർഹതപ്പെട്ട ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ വേണം. അത് ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. അശ്വതി, KSRTCയിലെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് എനിക്ക് പിന്നിലൂടെ വലിയ മാർച്ച് നടത്തി വരുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണം, അടിസ്ഥാന ആവശ്യങ്ങൾ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ മാർച്ച് നടത്തുന്നത്. ഗണേഷ് കുമാർ മന്ത്രി നടത്തുന്ന വാഗ്ദാനങ്ങൾ അതൊക്കെ പൊള്ളയും തള്ളുമാണെന്നാണ് ഇപ്പോൾ KST എംപ്ലോയീസ് സംഘിന്റെ ഭാരവാഹി കൂടി നമ്മളോടൊപ്പം പറയുന്നത്. വലിയ ജനസഞ്ചയം ഈ മാർച്ചിൽ അണിനിരക്കുന്നു. ഗണേഷ് കുമാർ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച്. BMSന്റെ നേതൃത്വത്തിൽ KST എംപ്ലോയീസ് സംഘ് BMS വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു DA നൽകുക തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ, ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നാണ് പറയുന്നത്. കടലിരമ്പി വരുന്നത് കണക്കുള്ള ജനസഞ്ചയം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാർച്ചിൽ അണിനിരക്കുന്നു. വലിയ മാർച്ച് BMSന്റെ നേതൃത്വത്തിൽ. ഇത്തരത്തിൽ KSRTCയിലെ ജീവനക്കാരെ പിഴിയുന്ന അല്ലെങ്കിൽ ജീവനക്കാരെ പട്ടിണിക്കിടുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്, ഗതാഗത വകുപ്പ് സ്വീകരിക്കുന്നത്, ഗതാഗത മന്ത്രിയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ്. ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് BMSന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി. പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KST എംപ്ലോയീസ് സംഘ് BMS ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.